ഉമ്മൻചാണ്ടി ഭരണകാലത്ത് സീപ്ലെയിൻ പദ്ധതിക്ക് LDF തുരങ്കം വെച്ചെന്ന UDF വാദം പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്ന അഭിമുഖം പുറത്തുവിട്ട് മനോരമ. ദോഷം പറയരുത്. ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷവും പറയുന്നതാണ് ശരിയെന്നതിനാൽ ആരും ശ്രദ്ധിക്കാതെ ബിസിനസ് പേജിൽ അനാകർഷകമായിട്ടാണ് മനോരമ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. സീപ്ലെയിൻ സർവീസ് നടത്താൻ അന്ന് കേരളത്തിലെത്തിയ സൂരജ് ജോസിൻ്റെ വാക്കുകളിലൂടെയാണ് മനോരമ സത്യം പറഞ്ഞത്. US-ൽ നിന്ന് കേരളത്തിൽ സീപ്ലെയിൻ എത്തിച്ച സീബേർഡ് സീപ്ലെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് CEO ആയിരുന്നു സൂരജ്. ഉദ്യോഗസ്ഥരുടെ താൽപ്പര്യക്കുറവിൽ പദ്ധതി ഫയലിൽ ഉറങ്ങിയെന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിയെ കണ്ടു, അനുകൂലമായാണ് സംസാരിച്ചത്. പക്ഷേ സാങ്കേതിക അനുമതികൾ നൽകിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ കാരണവും ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് മനോരമ ഒളിപ്പിച്ചിരിക്കുകയാണ്. താൻ പിന്നീട് പിണറായി വിജയനെ കണ്ടു. സീപ്ലെയിൻ ടൂറിസത്തിന് മാത്രമല്ല, രോഗികളെ അടിയന്തരമായി ആശുപത്രികളിൽ എത്തിക്കാനും രക്ഷാപ്രവർത്തനത്തിനുമൊക്കെ പ്രയോജനപ്പെടുമെന്നും സൂരജ് പറഞ്ഞുവെന്നും വാർത്ത പറയുന്നു. ഇനി മാപ്രകളാണ് സത്യം പറയേണ്ടത്. എങ്ങനെ പദ്ധതി മുടങ്ങി എന്ന കാരണം ഇത് മാത്രമല്ല, സീപ്ലെയിൻ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത് ആ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്നതിന് നിയമസഭാ രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞു. പദ്ധതിയോട് ആർക്കും എതിർപ്പില്ലെന്ന് അന്നത്തെ ടൂറിസം മന്ത്രി AP അനിൽകുമാർ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് UDF സർക്കാരിൻ്റെ പിടിപ്പുകേട് വ്യക്തമാക്കുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മറുപടിക്കൊപ്പമുണ്ട്. പദ്ധതിയെ ആരും എതിർത്തിട്ടില്ലെന്നും മലിനീകരണവും ജലശോഷണവും പോലുള്ള പ്രശ്നങ്ങളാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടിയതെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞ പദ്ധതി സമിതിയുടെ പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പാക്കിക്കൊണ്ട് പൂർണ്ണതോതിൽ ഉടൻ തുടങ്ങുമെന്ന് 2015 ജൂലൈ 15-ന് മന്ത്രി പ്രഖ്യാപിച്ചു. 2013 ജൂണിൽ പദ്ധതി തുടങ്ങിയപ്പോഴാണ് ചിലർ ആശങ്ക പങ്കുവച്ചത്. അതും ആലപ്പുഴയിൽ മാത്രം. കൊല്ലത്ത് തടസ്സമുണ്ടായിരുന്നില്ല. വിദഗ്ധ സമിതി 2014 ജൂലൈയിൽ റിപ്പോർട്ട് നൽകി. ഒരു വർഷം കഴിഞ്ഞ് പ്രതിപക്ഷത്തെ VS സുനിൽകുമാർ, P തിലോത്തമൻ, E ചന്ദ്രശേഖരൻ എന്നിവർ ചോദ്യമുന്നയിച്ചപ്പോൾ ഉടൻ നടപ്പാക്കുമെന്നായിരുന്നു മറുപടി. നടപ്പാക്കാൻ ഒരു വർഷം ലഭിച്ചെങ്കിലും പദ്ധതി തുടങ്ങാനായില്ല. അതേസമയം പദ്ധതിയുടെ പേരിൽ 23 കോടി രൂപ ചെലവഴിച്ചെന്നും ഏറെയും ധൂർത്താണെന്നും CAG കണ്ടെത്തിയിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. എതിർപ്പുകൾ പരിഹരിച്ച് പദ്ധതി നടപ്പാക്കാൻ അവസരമുണ്ടായിട്ടും UDF സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് വ്യക്തം. ഇപ്പോൾ നടപ്പാക്കുന്നത് പ്രധാനമായും ഡാമുകൾ കേന്ദ്രീകരിച്ചായതിനാൽ നേരത്തെ ഉയർത്തിയ പ്രശ്നങ്ങൾ പ്രസക്തവുമല്ല എന്നതും മാപ്രകൾ അറിയേണ്ട കാര്യമാണ്.